ഗൂഗിളിന്റെ ഗൂഗിൾ പിക്സൽ 9 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പിക്സൽ 9 എന്നുള്ള സ്മാർട്ട് ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.3 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സൈസാണ് ഇത് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ POLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 2700 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷന് വരുന്നുള്ളൂ. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185.9 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.9 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു IP റേറ്റിംഗ് ആണ്. അലൂമിനിയം ഫ്രെയിം ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിന്റെ ഒബ്സിഡിയൻ, പിനോയ്, അതുപോലെ തന്നെ പോർസിലിൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ടെൻസർ G4 ചിപ്പാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസർ എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ അത്ര ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന പല പ്രോസസ്സറുകളിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 അതുപോലെ തന്നെ MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും. അപ്പം മെയിൻലി നിങ്ങൾ നോക്കുന്നത് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഓപ്ഷൻസ് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൽ 5G സപ്പോർട്ട് ഉണ്ട്. മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫോണിൽ 8 GB റാമും 256 GB ഇന്റേണലൊക്കെയാണ് വരുന്നത്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. NFC സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈറ്റാൻ M2 സെക്യൂരിറ്റി കോ പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 7 കൊല്ലത്തെ OS അപ്ഡേറ്റും 7 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പോയിന്റ് സോഫ്റ്റ്വെയർ ആയിരിക്കും. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കും. അത് മാത്രമല്ല പൊതുവേ ആൻഡ്രോയിഡിന്റെ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ആദ്യം ഗൂഗിളിന്റെ ഡിവൈസുകളിലാണ് വരാറ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഉണ്ട്. 7 കൊല്ലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കും. അപ്പം അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 48 മെഗാ പിക്സലിന്റെ f1.7 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. വോയിസിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 13 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 13 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ തരക്കേടില്ലാത്ത ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിനെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പൊതുവെ ഗൂഗിളിന്റെ ഫോണുകളിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പ്രോസസ്സിങ് കാണാറുണ്ട്. അപ്പം മികച്ച റിസൾട്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടേണ്ടതാണ്. ഇപ്പോൾ ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും എന്തായാലും നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല. ജസ്റ്റ് ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പൊതുവേ നല്ലൊരു റിസൾട്ട്സ് കാണാറുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5100 mAh ബാറ്ററിയാണ് വരുന്നത്. തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. 23 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. 7.5 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിന്റെ വില വരുന്നത് 49,999 രൂപയാണ്. പിന്നെ ബജാജിന്റെ അതുപോലെ തന്നെ HDFCയുടെ IDFCയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചില ആൾക്കാർക്ക് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നല്ലൊരു ക്യാമറ പെർഫോമൻസും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ലഭിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിളിൻ്റെ പിക്സൽ 9 എന്നുള്ള സ്മാർട്ട് ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പ്രോസസ്സറോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാം എന്നേ ഉള്ളൂ. ഇപ്പം എന്നോട് ഈ ഒരു ഫോൺ എടുക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയല് ഗൂഗിളിൽ തന്നെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം എന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഫാസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ അത്യാവശ്യം തിരക്കുള്ള നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാം എന്നുള്ളൂ. പിന്നെ ഈ ഒരു ഫോൺ കോമ്പറ്റീഷനായിട്ട് വരുന്നത് ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള iPhone 16e ഒക്കെയാണ്. അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൽ ചില മെച്ചങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.